മക്കൾസ്, ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഗംഭീരമായി പഠിച്ച് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇനി ഹിന്ദിയുടെ പരീക്ഷയ്ക്ക് അടുത്ത് തുടങ്ങി. ഹിന്ദി പരീക്ഷയിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഒന്നാണ് ആദ്യ ചാപ്റ്ററായ വീർ ബഹുട്ടി. ഈ ഒരു വീർ ബഹുട്ടിയിൽ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്, സുരേന്ദ്ര മാഷ്. സുരേന്ദ്ര മാഷിയെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച് നമ്മളോട് ചോദിക്കും. ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഗംഭീരമായി പെർഫോം ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണിത്. എങ്ങനെ ഉണ്ടാവും ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. ശ്രീ പ്രഭാത്ജിയുടെ ഏറ്റവും സുന്ദരമായ കഥയാണ് വീർ ബഹുട്ടി. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സുരേന്ദ്ര മാസ്റ്റർ. അവരാവട്ടെ സാഹിലിന്റെയും ബേലയുടെയും സ്കൂളിലെ അധ്യാപകരാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ മക്കളെ. ശ്രീ പ്രഭാത്ജിനെ ലിഖേ ഹുയേ, പ്രഭാത്ജി എഴുതിയിട്ടുള്ള ഏക സുന്ദർ കഹാനി ഹെ വീർ ബഹുട്ടി. ഒരു ബ്യൂട്ടിഫുൾ ആയ കഥയാണ് വീർ ബഹുട്ടി എന്ന് പറയുന്നത്. ഈസ് കഹാനിക്ക്, ഈ കഥയിലെ ഏക പ്രധാന പാത്രഹെ സുരേന്ദ്ര മാഷ് സാബ്. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സുരേന്ദ്ര മാസ്റ്റർ. വേ സാഹിൽ ഓർ ബേലാക്കെ, അദ്ദേഹം സാഹിലിന്റെയും ബേലയുടെയും സ്കൂളിലെ ഗണിതക്കെ മാത്തമാറ്റിക്സിന്റെ അധ്യാപകനാണ്. വേ സ്വഭാവ് സെ, അദ്ദേഹം സ്വഭാവം കൊണ്ട് ഗുസ്സാലുഹെ, സ്കൂളിലെ ഏറ്റവും ദേഷ്യക്കാരനായ അധ്യാപകനാണ് അദ്ദേഹം. ബച്ചെ ഉൻകെ, കുട്ടികൾ അദ്ദേഹത്തിന്റെ നാം സുൻതേഹി, പേര് കേൾക്കുമ്പോഴേക്ക് തന്നെ ഡർ ജാത്തെ, പേടിച്ചു പോകാറുണ്ട്. ഉൻകെ പീരീഡ്ക്ക്, അദ്ദേഹത്തിന്റെ പീരീഡിന്റെ 2 മിനിറ്റ് പഹലഹി, 2 മിനിറ്റ് മുമ്പേ തന്നെ ബച്ചെ കുട്ടികൾ അപ്പനെ ജഗോം പർ, അവരവരുടെ സ്ഥലങ്ങളിൽ ആക്കർ ബൈഡ് ജാത്തതെ വന്നിരിക്കുമായിരുന്നു. ജരാബി, അല്പമെങ്കിലും ഗലത്തി പർ, മിസ്റ്റേക്ക് വന്നാൽ വേ, അദ്ദേഹം ബച്ചോങ്കോ മാർത്തേതെ, കുട്ടികളെ അടിക്കുമായിരുന്നു. ബച്ചോങ്കോ, കുട്ടികളെ ഇദർ ഉദർ, ഇവിടേക്കും അങ്ങോട്ടുമൊക്കെ ആയിട്ട് ഫേങ്ക് ദേത്തെ, വലിച്ചെറിയുകയും ചെയ്യും. യാ ചാപ്പട്, ഇല്ലെങ്കിൽ പൊതിരെ മാർത്തതെ, നിർത്താതെ അടിക്കുകയും, ശക്തമായി അടിക്കും. ഉൻക ഹാത്ത്, ആ അധ്യാപകന്റെ കൈ ചലിക്കാൻ ശുരു ഹോത്താത്തോ, തുടങ്ങിക്കഴിഞ്ഞാൽ രുക്കന ബോൾ ജാത്ത, നിർത്താൻ മറന്നുപോകുമായിരുന്നു. പിന്നെയോ ബച്ചോങ്കെ മന്മേ, ഈ നോക്കൂ, ഈ അധ്യാപകനെ കുറിച്ച് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുമ്പോൾ അതിന്റെ നമ്മൾ വിശകലനം കൃത്യമായി ചെയ്യുമ്പോൾ ഇങ്ങനെയും കൂടി എഴുതണം. ബച്ചോങ്കെ മന്മേ, കുട്ടികളുടെ മനസ്സിൽ, ഖുഷി, സന്തോഷം, ബർക്കർ, നിറച്ചിട്ട്, ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം, പൈതാക്കർക്ക്, ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം, പഠായി കർണേക്ക, പഠിപ്പിക്കാനുള്ള ക്ഷമത, കഴിവ്, സുരേന്ദ്ര മാഷ് സാബ് പർ ഹിതേ, സുരേന്ദ്ര മാസ്റ്റർക്കില്ല. കുട്ടികളോട് മനസ്സിൽ സന്തോഷം നിറഞ്ഞ് ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് ആ വിഷയം പഠിക്കാനുള്ള അവർ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് പാഠമെടുക്കുന്ന ഒരു രീതിയൊന്നും സുരേന്ദ്ര മാസ്റ്ററില്ലായിരുന്നു. ആജിക്കെ ജമാനമേ, ഇന്നത്തെ കാലഘട്ടത്തിൽ, ജമാന എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ, ഈ സ്ഥലത്തെ അധ്യാപകർ, ഇങ്ങനെയുള്ള അധ്യാപകർ ബച്ചോക്കെ, കുട്ടികളുടെ പഠായിക്ക്, പഠനത്തിന്റെ സാമനെ മുൻപിൽ ഏക്ക് രുക്കാവട്ട് ഹിഹെ, ഒരു മാർഗ തടസ്സം തന്നെയാണ്. ഇതാണ് മക്കളെ നമ്മൾ ഗംഭീരമായി പഠിക്കേണ്ട ക്യാരക്ടർ സ്കെച്ചിൽ ഒന്ന്. ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ക്യാരക്ടർ സ്കെച്ച് മറ്റൊന്ന്, നമുക്ക് ഗുഡലിയെ പഠിക്കാനുണ്ട്, ഗംഗയെ പഠിക്കാനുണ്ട്, അബ്ദുൽ ജബ്ബാറിനെ പറ്റി പഠിക്കാനുണ്ട്. അത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, അപ്പോൾ ബൈ.